ആഴങ്ങൾ തേടുന്ന ദൈവം. ഗോഡ് ഹു സീക്സ് ദ ഡെപ്ത്. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ പുറമെ എന്തെല്ലാം കാണിച്ചു വെച്ചാലും അകത്ത് ശുദ്ധിയില്ലെങ്കിൽ ദൈവത്തിന് നമ്മളിൽ വസിക്കാനൊക്കത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, വെള്ള തേച്ച ശവക്കോട്ടയെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ പുറമേ എല്ലാം വൃത്തിയാക്കുന്നതുകൊണ്ട് ശരിയാക്കത്തില്ല. കർത്താവ് അകമേ ശുദ്ധീകരിക്കും. അകം ശുദ്ധിയല്ല എങ്കിൽ ഒന്നും നടക്കൂല. അപ്പോൾ ഇത് ഇന്നർ ക്ലെൻസിങ് ആണ് ദൈവം ഈ ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. ഏതൊരു കുടുംബത്തിലും നമ്മുടെ മക്കളോട് ചോദിച്ചാൽ അറിയാം, അവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ അപ്പനും അമ്മയെ നോക്കി അവർ പഠിച്ചു വരുന്നത്. എല്ലാവരും നോക്കിയല്ല, അയൽവക്കക്കാരെ നോക്കിയല്ല. പിന്നെ രണ്ടാമതാണ് അവർ ചർച്ചിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം ആഴങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളുടെ നടുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവത്തെ അറിയുന്നത്. സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുമ്പോൾ ഒന്നും അറിയുന്നില്ല. പ്രശ്നം വരുമ്പോൾ അമ്മയപ്പന്മാർ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ വരുമ്പം നമ്മളെ താങ്ങി നടത്തുന്ന ഒരു ദൈവം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മക്കളുടെയും വിശ്വാസം വർദ്ധിക്കുന്നത്. സുഖത്തിലങ്ങ് വളർത്തിക്കൊണ്ട് പോയ ഒരു ഗുണവും ഇല്ല. അവർ പിന്നെ ഒരു പ്രയോജനം ഇല്ലാത്തവരായി മാറും. അതുകൊണ്ട് ദൈവം നിയോഗിച്ച ഈ കുടുംബങ്ങളൊക്കെ മാറ്റിമറിച്ചിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്ത് വളർത്താം, ഗവൺമെൻറ് പഠിപ്പിച്ചോളാം, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ കുഞ്ഞുങ്ങളുണ്ടാക്കാം, അപ്പനും അമ്മയുടെ ഒന്നും ആവശ്യമില്ല. മനുഷ്യൻ എങ്ങോട്ടാണ് കാണിക്കാൻ പോകുന്നത്? മനുഷ്യനെ തന്നെ വിവേകമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ദൈവം പറയുന്നത്, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവിനെ നേടുന്ന ദൈവം. അതായത് നമ്മൾ ആഴങ്ങൾ തേടുന്ന ദൈവമാണ്, അവൻ ആത്മാവിനെ തേടുന്ന ദൈവമാണ്. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണുന്ന ദൈവം. ദൈവം ദൂരത്തു നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ദൈവത്തിന് കാണാം. കർത്താവ് നമ്മുടെ അകത്തെ മനുഷ്യനെ നോക്കുമ്പം നമ്മളും ദൈവവുമായിട്ട് ഒരുപോലെ ആകത്തക്ക വിധത്തിൽ ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി അവൻ്റെ ജോലി ഈ ഭൂമിയിൽ ചെയ്തെടുക്കാനാണ് കുറച്ച് കാലത്തേക്ക് നമ്മളെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജോലി ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇവിടെ നിന്ന് പഠിച്ചെടുത്ത് കഴിയുമ്പം മരിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്തോ ആ ജോലി തന്നെ വീണ്ടും ചെയ്യുവാൻ നമ്മളെ ദൈവം ബലപ്പെടുത്തും. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ അടുത്ത തലമുറകൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കും. ഇതൊക്കെ വാഗ്ദത്തങ്ങളാണ്. അപ്പം നമ്മളോട് പറയുന്നത്, ഈ ലോകത്തിലിപ്പം നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഹോർമോസ് എന്ന് പറയുന്നത്, ഹെർമോസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്, അവിടെ ഒരു കനാലുണ്ട്. ആ കനാലിന് വേണ്ടി, മിഡിൽ ഈസ്റ്റിലുള്ള കനാലിന് വേണ്ടി യുദ്ധമാണ്. കാരണം വ്യാപാരത്തിന് വേണ്ടി ഷിപ്പുകൾ പോകാനുള്ള ഏറ്റവും വലിയ എളുപ്പമുള്ള വഴിയായതിനാൽ അതിനുവേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യുന്നു, രാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യുന്നു. നമുക്ക് സമാധാനമില്ല. പെട്രോളിന് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നു, സാധനങ്ങൾക്ക് വില, എല്ലാം നടക്കുന്നുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഒന്നാം മഹാലോക യുദ്ധം, രണ്ടാം ലോക യുദ്ധമൊക്കെ ഉണ്ടായിട്ട് ഇനി മൂന്നാമത്തേതാകാൻ സാധ്യതയുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു പ്രയാസത്തിൻ്റെ സന്ധിയിലും ദൈവം നമ്മളെ തൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ, തൻ്റെ കൈകളിൽ വരച്ചിരിക്കുന്ന പോലെ കൊണ്ടു നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മളെങ്ങനെ ധൈര്യം പിടിക്കും? നമ്മളെങ്ങനെ ജീവിക്കും? പ്രശ്നത്തിൻ്റെ നടുക്കും നമ്മൾ പുറത്തു പോകുന്നില്ലേ? ആളുകൾ പോകുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഏതെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ആളുകൾ കഴിയുന്നുണ്ട്. കാരണം ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. ദൈവമാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ. ഒറ്റ വാക്കുകൊണ്ട് ഭൂമി ഉണ്ടാക്കിയതിന്, ഈ അൺനോൺ ടെറിറ്ററിയെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മുടെ കാര്യം അറിയാതിരിക്കുമോ? ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, എവ്രിതിങ് അണ്ടർ ദ സൺ ഈസ് സസ്റ്റെയിൻഡ് ബൈ ദ ലിവിങ് വേർഡ്. എൻ്റെ വചനം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ വചനമില്ലാതെ കുറേ പൈസ ഉണ്ടാക്കി വെച്ചു. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മൾ ഈ ഫാഷൻ പരേഡും മറ്റിടത്തൊക്കെ മറിച്ചിടത്തൊക്കെ പോകുമ്പം ഡയമണ്ട്സുകൾ കെട്ടിത്തൂക്കിയും പിന്നെ എന്നാ മാങ്ങ പോലത്തെ സാധനം വലിയ കെട്ടിത്തൂക്കിയും വലിയ വജ്രങ്ങൾ അതിന്മേൽ ചുറ്റി പതിച്ചൊക്കെ ഇട്ടുകൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന വികൃതങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്ര ബലഹീനമായിപ്പോയല്ലോ മനുഷ്യരെന്ന്, ഇത്ര ബലഹീനമായിപ്പോയല്ലോ. ശരിയല്ലേ? മനുഷ്യൻ്റെ അന്തരാത്മാവിൻ്റെ വില അറിയാതെ ഭൂമിയിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിൻ്റെ പുറകെ ഓടി നടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നാണ് ചെയ്യുന്നത് എങ്കിൽ അതുകൊണ്ട് വേറും പ്രയോജനമില്ലാത്ത അതായത് നമ്മൾ ഈ കർത്താവിനെ പറയുന്ന ഇതാണ്, ഈ കരിയിലെ മണ്ണാങ്കട്ടയും കൂടെ സംബന്ധിക്കില്ല.
മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ ഒന്നിച്ച് യാത്ര. മഴ പെയ്യുമ്പം കരിയില മണ്ണാങ്കട്ടയുടെ പുറത്തിരുന്നാലും കരിയില പറന്നു പോകും. മണ്ണാങ്കട്ടയുടെ പുറത്ത് വെള്ളം വീണാൽ മണ്ണാങ്കട്ട ഉരുകിയും അത് പൊടിഞ്ഞും പോകും. എങ്ങനെയുണ്ട്? അങ്ങനെയുള്ള വെറുതെ മനുഷ്യനൊന്നും നേടാൻ വയ്യാത്ത കാര്യങ്ങളുടെ പുറകെ ഓടി നടക്കുന്ന, മനുഷ്യനൊന്നിനും നേരമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, അവനിൽ ആശ്രയിക്കണം, അവനിൽ നിന്ന് നമ്മളെ മാറിപ്പോരുത്. യോഹന്നാൻ്റെ 15 കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്ത്? നിലനിൽക്കുന്നതൊന്നും ചെയ്യാൻ എന്നെ കൂടാതെ സാധിക്കത്തില്ല. ഈ പറയുന്ന സ്വർണ്ണങ്ങളോ ഡയമണ്ട്സോ ഒന്നും സ്വർഗത്തിൽ നമ്മൾ കൊണ്ടുപോകാനൊക്കത്തില്ല. പക്ഷെ നമ്മുടെ നന്മ പ്രവൃത്തികൾ സ്വർണ്ണ സ്ലാബുകളായിട്ട്, ഇഷ്ടികകളായിട്ട് നമുക്ക് സ്വർഗത്തിൽ പണിത് ദൈവം അനുവദിക്കും. നമ്മുടെ വചന പ്രഘോഷണം ദൈവത്തിൻ്റെ ആത്മാവിൽ നിലനിൽക്കുന്ന പേളുകളായിട്ട്, മുത്തുകളായിട്ട് അവിടെ വീടിൻ്റെ വാതിലുകളായിട്ട് പണിയപ്പെടും. അതൊക്കെ പണിയേണ്ടത് ഇവിടെ വെച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്ന മാങ്ങായൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അതിൻ്റെ പുറത്ത് എന്തൊക്കെ വലിയ ഡയമണ്ട് കെറ്റി വെച്ചാലും അതൊന്നും പൊക്കിക്കൊണ്ടുപോകാനൊക്കത്തില്ലെന്ന് ഓർക്കണം. നമ്മൾ ആത്മാവിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അന്നെന്നുള്ള സംരക്ഷണം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ അൺനോൺ ടെറിറ്ററിയിലേക്ക് പോകുമ്പോൾ ദൈവമാണ് എൻ്റെ ഉടമസ്ഥനെന്നും അവൻ ആഴങ്ങൾ തേടുന്ന ദൈവമാണെന്നും എൻ്റെ ആത്മാവിൻ്റെ പുഷ്ടി, എൻ്റെ ദേഹീതരത്തിൻ്റെ പുഷ്ടി ദൈവത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വിശക്ക്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശപ്പ് തോന്നും. നമുക്ക് വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ, ഇപ്പോഴത്തെ കാലങ്ങളിൽ നമ്മൾ വിശപ്പ് തോന്നും, ഫ്രിഡ്ജിനകത്ത് ഫുഡ് വെച്ചിട്ടുണ്ട്, സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് കഴിച്ച് വണ്ണം വെക്കും, അസുഖമാകും. 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും രോഗമാണ്. വിശപ്പ് വരുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇത് ആത്മാവിൻ്റെ വിശപ്പാണ്. ആത്മാവിന് വിശപ്പുണ്ട്, ആത്മാവിന് ദാഹമുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് യേശു വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഫിസിക്കൽ തേഴ്സ്റ്റ് കൂടുതലായിട്ട്, ഫിസിക്കൽ തേഴ്സ്റ്റ് അന്നേരം ഉണ്ടായി. പക്ഷെ ഫിസിക്കൽ തേഴ്സ്റ്റിൽ കൂടുതലായിട്ട് യേശുവിൻ്റെ ദാഹം ആത്മാക്കളെ നേടുന്ന ദാഹമാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീയെ കർത്താവ് കാണുമ്പോൾ അവളോട് പറയുന്നുണ്ട്, വെള്ളം, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നു എങ്കിൽ നിനക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ശമര്യക്കാരി, എന്നാൽ പിന്നെ എനിക്ക് ആ വെള്ളം തരുന്നത്, ഞാൻ ഈ ഉച്ച സമയത്ത് മനുഷ്യരെല്ലാം അവഹേളിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഉച്ച സമയത്ത് വന്ന് വെള്ളം കോരണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ അവളുടെ അന്തരാത്മാവ് തുറന്നു കഴിഞ്ഞപ്പോൾ, അവൾ ചെയ്ത പാപങ്ങൾ വിളിച്ചു പറഞ്ഞപ്പം അവൾക്ക് മനസ്സിലായി, ഇത് സാധാരണ ആളല്ല, ഇത് ദൈവത്തിൻ്റെ പ്രതിച്ഛായാണ്. അവൾ ഉടനെ ഓടിച്ചെന്ന് എല്ലാവരും വിളിച്ചുകൊണ്ട്, ആ ദേശത്തുള്ള പട്ടണത്തിലുള്ള എല്ലാവരും വിളിച്ചു കൊണ്ടുവന്ന് യേശു അവരുടെ കൂടെ 4 ദിവസം നിന്നിട്ട് സത്യവെളിച്ചം എന്തെന്ന് മനസ്സിലായി. ഒരു പാപിനിയായ സ്ത്രീയെ ദൈവത്തിൻ്റെ അന്തരാത്മാവിനെ കണ്ടു. അതാണ് ദൈവത്തിൻ്റെ അന്തരാത്മാവിനെ കാണുന്നതാണ് നമ്മുടെ ആഴമേറിയ ജീവിതം. അതില്ലാത്ത ജീവിതം ഇപ്പം നമ്മൾ ഓർക്കണം, എന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതൊന്നും കൊണ്ട് സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ കൊണ്ടുപോകാനൊക്കത്തില്ല. ഒക്കുന്ന ഒന്നേ ഉള്ളൂ, നിൻ്റെ ആത്മാവ്. അത് മേളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്നൊരു തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരവസരം തരികയാണ്. അപ്പോൾ ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന പ്രവൃത്തികളിലേക്ക്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭർത്താക്കന്മാർക്ക്, ഭാര്യമാർക്ക്, കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥന കുറവുകൊണ്ട്, ദാനിയേൽ പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന കുറവ് കൊണ്ട് ഒരാൾ നാശത്തിലേക്ക് പോരുത്, എന്നെ പ്രാർത്ഥിപ്പിക്കണമെന്ന്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതല്ലേ. നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുക. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ജീവന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ദൈവം, നമ്മളെ ആഴത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവം തൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുകയാണ്. അതാണ് കർത്താവ്, നിങ്ങൾ അവിശ്വസ്തരെങ്കിലും ഞാൻ വിശ്വസ്തൻ. അപ്പം നമ്മൾ ഈ ജീവവൃക്ഷത്തിൻ്റെ വിത്തുകൾ ഇടുന്നവരായിരിക്കണം. എവിടെ പോയാലും, ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ ജീവവൃക്ഷം കിളുക്കും. ഒരു ദിവസം കൊണ്ടൊരു സിറ്റി ഉണ്ടാകുമോ? യെശയ്യാ 66 പറയുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് ഒരു സിറ്റി, ഒരു പട്ടണം ഉണ്ടാകും. ഒറ്റ ദിവസം. ദൈവത്തിന് ഒരു ദിവസം മതി. നമ്മുടെ പ്രവർത്തനം, ഇന്ന് ഞാൻ നടുന്ന വൃക്ഷങ്ങൾ, ഈ വിത്തുകൾ അത് കിളുത്ത് ജീവവൃക്ഷമായിട്ട് കാണുന്നുള്ളതിന് സംശയമില്ല. കാരണം ഇത് നല്ല വിത്തുകളാണ്. ഈ നല്ല വിത്തുകൾ നല്ല സ്ഥലത്ത് ചെന്ന് ഇടിപ്പിക്കും ദൈവത്തിൻ്റെ ജോലിയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നത്, ഇത് ഒരു ഈ 66 യെശയ്യാ 66:8 ഈ വക 6 ഇതിന് മുമ്പ് കൂടെ വായിക്കാം.
നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആര് കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളവർ ആര് കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. എന്താ നോവ് കിട്ടിയ ഉടനെ സിയോനെ ഒറ്റ ദിവസം കൊണ്ട് സിയോൻ പ്രത്യക്ഷപ്പെടും എൻ്റെ നിങ്ങളുടെ മുമ്പിൽ. റെഡിയാണോ? ആർ യു റിയലി സീക്കിംഗ് ദ ട്രൂത്ത്? കഷ്ടങ്ങളുടെ നടുക്ക് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടവും പ്രയാസവും വന്നതുകൊണ്ട് എൻ്റെ അന്തരാത്മാവ് തുറന്നു. അന്തരാത്മാവ് കണക്ട് ചെയ്യുന്നത് ദൈവത്തോടാണ്, ദൈവത്തിൻ്റെ ആത്മാവിനോട്. അല്ലാത്തതൊക്കെ മാറിപ്പോകും. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നറിഷ്മെൻറ്റ് ഓഫ് ദ സോൾ, ഞങ്ങളുടെ അന്തരാത്മാവിനെ പരിപോഷിപ്പിക്കുന്ന വചനം, ദൈവത്തിൻ്റെ ജീവവചനം, അത് നമ്മുടെ ഹൃദയത്തിലെ ജീവ വിത്തുകളായിട്ട് കടന്നു ചെന്നിട്ട് ജീവൻ്റെ വൃക്ഷമുണ്ടാക്കുവാൻ തക്കണം ഞങ്ങളുടെ നിലമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാത്തെല്ലാം വേരോട് പറിച്ചു കളഞ്ഞേ പറ്റൂ കർത്താവേ, വേരോട് പറിച്ചു. അന്തരാത്മാവിന് മാത്രമേ അത് ചെയ്യാനൊക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാ കടന്നു വന്ന് ഞങ്ങളാകുന്ന ഈ ഏദൻ തോട്ടത്തിനകത്ത് നിനക്ക് ഹിതമില്ലാത്ത എല്ലാ വൃക്ഷങ്ങളും ഈ നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷവും എടുത്ത് ദൂരക്കളഞ്ഞേച്ച് ഒരൊറ്റ വൃക്ഷം മതി, ഇവിടെ ജീവൻ്റെ വൃക്ഷം. അതാണല്ലോ വെളിപ്പാടാകുമ്പോൾ അവിടെ എങ്ങും ഈ നന്മതിന്മയുടെ വൃക്ഷമേ കാണുന്നില്ല. അവിടെ കാണുന്നത് ജീവൻ്റെ വൃക്ഷമാകുന്ന യേശുവിനെ മാത്രം. മെറ്റഫോറിക്കലി യേശു ക്രിസ്തുവാണ് ജീവൻ്റെ വൃക്ഷം. പുതിയ നിയമം വെളിപ്പാടിലായപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി തൊട്ട് പകൽ പ്രകാശം തരുന്നത് സൂര്യനല്ല, രാത്രി പ്രകാശം തരുന്നത് ചന്ദ്രനുമല്ല, പിന്നെയോ നിത്യനായ യഹോവയുടെ പ്രകാശം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നത്. നീ ആകുന്ന വലിയ പ്രകാശത്തിൽ ഒരിക്കലും നിഴലുപോലും വീഴാത്ത ആ സത്യവെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മാറ്റി വിളിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. അത് ചെയ്തിരിക്കുന്നത് വലിയൊരു അനുഗ്രഹ പദവിയാണ്. അത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം തക്ക സമയത്ത് നീ പരിഹരിച്ച് തരുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞങ്ങളിന്ന് നിന്നെ അറിയാനിടയായത്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കഷ്ടങ്ങൾ സാരമില്ല, അതിനാൽ ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ ഇടയാക്കിയെന്ന്. ദൈവത്തിൻ്റെ വചനത്തിന് തെറ്റുപറ്റത്തില്ല, അത് സത്യവും ജീവനുമാകുന്നു. ആ വചനം ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ കൈക്ക് പിടിച്ച് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നിടം വരെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത് ഒരു ദുഷ്ടൻ തൊടാതെ സൂക്ഷിക്കണം. കർത്താവ് തിരഞ്ഞെടുത്തതിന് മുമ്പിൽ, ദൈവം തിരഞ്ഞെടുത്തതിനെതിരായിട്ട് ആർക്ക് കുറ്റം പറയാൻ സാധിക്കും? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ കുടുംബമായിട്ട് നീ തിരഞ്ഞെടുത്തിരിക്കുക. അനേക മക്കൾക്ക് ഈ വരം വന്ന് വീഴട്ടെ അപ്പച്ച. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത മക്കളുടെ മേൽ ആരും വിരൽ ചൂണ്ടും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അധിക ശക്തിയോടെ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.